ദക്ഷിണ കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിനെതിരെ ഉണ്ടായ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൊളിച്ചടുക്കി. ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന എൻ ചിന്നയ്യ നൽകിയ മുഴുവൻ തെളിവുകളും വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെ വ്യാജ പരാതി നൽകിയും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത കുറ്റങ്ങൾക്ക് ഇയാളെ SIT അറസ്റ്റ് ചെയ്തു. 1995-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ക്ഷേത്രത്തിന് പിന്നിൽ നിരവധി കൊലപാതകങ്ങളും ലൈംഗിക അതിക്രമങ്ങളും നടന്നുവെന്നായിരുന്നു എൻ ചിന്നയ്യയുടെ ആരോപണം. സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ താൻ സംസ്കരിക്കാൻ നിർബന്ധിതനായി എന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു. ഈ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ SIT നിയോഗിക്കുകയും ചെയ്തു. ചിന്നയ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 1/2 കോടി രൂപ മുടക്കി നദിക്കരയിലും ക്ഷേത്രത്തിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും SIT പരിശോധന നടത്തി. എന്നാൽ ഒരിടത്തു നിന്നും ഏതാനും അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. ഇത് പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനത്തിലെത്തിയതോടെ അന്വേഷണ സംഘത്തിന് ചിന്നയുടെ മൊഴിയിൽ സംശയം തോന്നി തുടങ്ങി. തുടർന്ന് ഇയാൾ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വരെ സാക്ഷി എന്ന പരിരക്ഷയിലായിരുന്ന ചിന്നയ്യയെ SIT കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതോടെ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഇയാൾ വെളിപ്പെടുത്തി. താൻ ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്നും 3 വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വ്യാജ തെളിവുകൾ നൽകിയതെന്നും ഇയാൾ മൊഴി നൽകി.